ഡിയേഴ്സ്, എൻ്റെ എല്ലാ മക്കൾക്കും റേസൈകളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗമാണ്. ഇതിലെ ആശയവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ധർമ്മിഷ്ഠനായ രാധേയൻ അല്ലെ, നമ്മുടെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് രാധേയൻ. രാധേയൻ എന്ന് വെച്ചാൽ രാധയുടെ പുത്രനായിട്ടുള്ള കർണൻ. അപ്പം രാധ എന്ന് പറയുന്നത് കർണന്റെ യഥാർത്ഥ മാതാവാണ്, അല്ല വളർത്തമ്മയാണ് അല്ലെ. അപ്പം കർണനെ, മഹാഭാരതത്തിലെ കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് PK ബാലകൃഷ്ണൻ രചിച്ചിട്ടുള്ള നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അതിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള, അതായത് കർണന്റെ ജന്മരഹസ്യം ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം. അപ്പം നമ്മൾ മഹാഭാരതത്തിലെ കഥ നോക്കുകയാണെങ്കിൽ, അവരുടെ ബന്ധം നോക്കുകയാണെങ്കിൽ, വ്യാസന്റെ അംബികയിലും അംബാലികയിലും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് ധൃതരാഷ്ട്രനും പാണ്ഡവും. ധൃതരാഷ്ട്രർ ജന്മനാൽ തന്നെ എന്താണ്, കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഗാന്ധാരിയെയാണ്. അപ്പോൾ ഗാന്ധാരിയും എന്ത് ചെയ്യുന്നു, തന്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഗാന്ധാരിയും തന്റെ കണ്ണുകൾ എന്താണ്, തുണി കൊണ്ട് അല്ലെ കെട്ടിവെക്കുകയാണ്. പിന്നെ പാണ്ഡു വിവാഹം ചെയ്യുന്നത് 2 ആളുകളെയാണ്, ഒന്ന് കുന്തി ദേവിയും അതുപോലെ തന്നെ മാദ്രിയും. ഈ കുന്തി ദേവിക്ക് അല്ലെ കന്യകയായിരിക്കുന്ന സമയത്ത്, വിവാഹത്തിന് മുൻപ് അവൾ എന്ത് ചെയ്യുന്നു, കുന്തി ദേവി ദുർവാസാവിനെ വേണ്ടവണ്ണം ശുശ്രൂഷിച്ചതിന്റെ പരിചരിച്ചതിന്റെ ഫലമായിട്ട് ദുർവാസാവ് ഒരു വരം നൽകുകയാണ്. നിനക്ക് ആരെയാണോ നീ മനസ്സിൽ വിചാരിക്കുന്നത്, ആരെ വിചാരിച്ച് നീ പ്രാർത്ഥിക്കുന്നുവോ അവരിൽ എന്താണ്, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നൊരു വരം കൊടുക്കുകയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യും, സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞാണ് എന്ത്, നമ്മുടെ കർണൻ എന്ന് പറയുന്ന അത്രത്തോളം വീരനായിട്ടുള്ള ആ ഒരു ബാലൻ. പക്ഷെ ഇതെന്താണ്, കൊട്ടാരത്തിൽ അല്ലെ അപമാനമാണ്, വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർണനെ അല്ലെ ഒരു പൊയ്കയിൽ പെട്ടിയിലാക്കിയിട്ട് അവള് ഒഴുക്കിവിടും. ഈ കുഞ്ഞ് എത്തുന്നത് ആരുടെ കയ്യിലാണ്, അതിരഥന്റെയും രാധയുടെയും, ഒരു കുതിരക്കാരനായിട്ടുള്ള അതിരഥന്റെയും രാധയുടെയും കൈകളിലേക്കാണ്. സൂതപുത്രനായിട്ടാണ് അല്ലെ ഒരു അടിയാള പുത്രനായിട്ടാണ് പിന്നീട് നമ്മുടെ കർണൻ ജീവിക്കുന്നത്. അങ്ങനെ അതിനുശേഷം അല്ലെ നമ്മുടെ കുന്തി ആരെ വിവാഹം കഴിക്കുകയാണ്, പാണ്ഡുവിനെ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ പാണ്ഡുവിന്റെ ഭാര്യയാണ് കുന്തി ദേവിയും അതുപോലെ തന്നെ നമ്മുടെ മാദ്രിയും. അങ്ങനെ ശേഷം നമ്മുടെ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും 101 പുത്രന്മാർ ദുഷളയടക്കം 101 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പുറത്ത് എന്താണ്, കുന്തിദേവി അല്ലെ, കുന്തിദേവിയുടെ വരം ഉൾക്കൊണ്ടുകൊണ്ട് കുന്തിദേവിക്ക് പിന്നീട് എന്താണ്, പാണ്ഡുവിന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ശാപം കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, ഭാര്യമാരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് കുന്തിദേവി തന്റെ വരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രനിലും വായു ഭഗവാനിലും ഒക്കെ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിലെ ആദ്യത്തെ പുത്രനാണ് യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രർ, പിന്നീട് ഭീമൻ, പിന്നീട് അർജുനൻ. അങ്ങനെ കുന്തി ദേവിക്ക് കർണന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. പിന്നീട് മാദ്രിക്ക് എന്താണ്, ഒരു വരം കൊടുക്കും. അതിലുണ്ടാകുന്ന കുഞ്ഞാണ് ആരൊക്കെ, നകുലനും സഹദേവനും. അപ്പം നമ്മുടെ ധൃതരാഷ്ട്രരുടെ ആ 101 കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്ത പുത്രനാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനന്റെ അടുക്കലാണ് പിന്നീട് ആരെത്തുന്നത്, നമ്മുടെ കർണൻ, ഒഴുകിപ്പോയ കർണൻ എത്തുന്നത്. അപ്പോൾ ദുര്യോധനന്റെ ഉറ്റ തോഴനായിക്കൊണ്ടാണ് കർണൻ വളരുന്നത്. അങ്ങനെ കൗരവപക്ഷത്താണ് ഈ നമ്മുടെ ധൃതരാഷ്ട്രരുടെ മക്കള് കൗരവപക്ഷത്തും, പാണ്ഡവരുടെ ഈ 5 പുത്രന്മാർ പാണ്ഡവപക്ഷത്തുമായിട്ടാണ് വളരുന്നത്. ചെറുപ്പം മുതൽ തന്നെ എന്താണ്, അവർ തമ്മിൽ പലതരത്തിലുള്ള വഴക്കുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഈ സ്വത്തിന്റെ പേരിലുള്ള ആ യുദ്ധത്തിൽ അവരെത്തിച്ചേരുകയാണ്, കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്തിച്ചേരുകയും. അപ്പോൾ കർണൻ ഉണ്ടെങ്കിൽ എന്താണ്, ഇവർക്ക് ഈ ഒരു യുദ്ധത്തിൽ, പാണ്ഡവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശ്രീകൃഷ്ണൻ കർണന്റെ അടുത്ത് പറയുകയാണ്, നീ എന്ത് ചെയ്യണം അല്ലെ, കൗരവ പക്ഷത്ത് നിന്നും നീ എവിടേക്ക് വരണം, പാണ്ഡവ പക്ഷത്തേക്ക് വരണം, നീ കുന്തിയുടെ പുത്രനാണ് എന്ന ആ ജന്മരഹസ്യം കർണനോട് പറയുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠസന്ദർഭം. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അല്ലെ നമ്മുടെ വാസുദേവൻ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് സിംഹാസനം തരാം, പാണ്ഡവരുടെ മൂത്ത പുത്രനായിട്ട് നിന്നെ വാഴിക്കും, പാണ്ഡവരുടെ എല്ലാവരും നിന്നെ എന്താണ് കാൽ തൊട്ട് വന്നിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാദസേവ ചെയ്യും. ഇതൊക്കെയാണ് കർണന് നൽകുന്ന വാഗ്ദാനങ്ങൾ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അല്ലെ നമ്മുടെ വാസുദേവനെ അത്രയധികം, വാസുദേവന്റെ മഹത്വമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് കർണൻ എന്താണ് ആ വാഗ്ദാനങ്ങളും എല്ലാം തനിക്ക് കിട്ടിയിട്ടുള്ള ആ സൗഭാഗ്യങ്ങളൊക്കെ അല്ലെ പാടെ നിരസിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്, തൻ്റെ ഉറ്റത്തോഴനായിട്ടുള്ള ദുര്യോധനന് വേണ്ടിയിട്ട്. അപ്പം അതാണ് ഈ ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള, ധർമ്മം കൈമുതലായിട്ടുള്ള, ധർമ്മം കൈവിടാത്ത നമ്മുടെ കർണനെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായിക്കുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക. കാരണം നമുക്ക് എന്താണ് 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദ്യം ചോദിച്ചാലും, കർണനെ കുറിച്ച്, കർണന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും ഒക്കെ നമുക്ക് ഇത് എഴുതാവുന്നതാണ്. കുന്തി കന്യകയായിരിക്കുമ്പോൾ സൂര്യനിൽ ജനിച്ച
സൂര്യഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം. സൂര്യനിൽ ജനിച്ച പുത്രനാണ് കർണൻ. അപമാനം ഭയന്ന കുന്തി അവനെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി. പുഴയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ അതിരഥനും ഭാര്യ രാധയും വസുശേഷൻ എന്താണ് വിളിക്കുന്നത്, വസുശേണൻ എന്ന പേരിൽ വളർത്തി. അവൻ ചമ്പാപുരിയുടെ പ്രിയപ്പെട്ടവനാകുന്നു. അതികായനും ധീരനുമായിട്ടുള്ള കർണൻ പരശുരാമന്റെ ശിക്ഷണത്തിൽ മികച്ച ധനുർവേദിയായിട്ട് വളരുന്നു. സാഹചര്യം അവനെ ദുര്യോധനന്റെ ആത്മസുഹൃത്താക്കി മാറ്റുന്നു. നീതിമാനും യുദ്ധതന്ത്രജ്ഞനുമായിട്ടുള്ള കർണൻ മഹാഭാരത യുദ്ധത്തിൽ കൗരവ പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് മുൻപ് ഒരു വൈകുന്നേരം കൃഷ്ണൻ വന്ന് കർണനോട് അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയാണ്. എവിടെ വെച്ചിട്ടാണ്? കാട്ടിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നത്. അവർ തമ്മിലുള്ള വികാര നിർഭരമായിട്ടുള്ള സംഭാഷണമാണ് പാഠഭാഗത്തിന്റെ ഇതിവൃത്തം. സമർത്ഥമായാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് കർണൻ എന്നും ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേദശാസ്ത്രങ്ങളെയും നമ്മുടെ ശ്രീകൃഷ്ണൻ എന്താണ് കൂട്ടുപിടിക്കുന്നുണ്ട്. ഹസ്തിനപുരിയുടെ സിംഹാസനമാണ് വാസുദേവൻ കുന്തിപുത്രന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ കർണന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. വാസുദേവന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ താൻ എന്താണ് രാധേയനാണെന്നും ആ ദാനം നിഷേധിക്കുകയുമാണ് ആര് ചെയ്യുന്നത്? ഞാൻ കൗന്ദേയനല്ല, കുന്തിയുടെ പുത്രനല്ല, ഞാൻ രാധേയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ദാനം പാടെ നിഷേധിക്കുകയാണ് നമ്മുടെ കർണൻ ചെയ്യുന്നത്. ദുര്യോധനനെ നടുക്കടലിൽ വലിച്ചെറിഞ്ഞ് തനിക്ക് താൻ നേടുന്ന ചെങ്കോൽ തനിക്ക് വേണ്ട എന്ന് ധീരപൂർവ്വം ആരോട് പറയുകയാണ്? വാസുദേവനോട് നമ്മുടെ കർണൻ പറയുന്നു. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കാം. കൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത എന്താണ്? കൗന്ദേയൻ എന്ന് വിളിക്കുന്നത് മുതൽ കൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കർണനെ അനുനയിപ്പിച്ച് ഈ ഒരു ജന്മരഹസ്യം അംഗീകരിപ്പിക്കാനുള്ള പ്രയോഗമാണ് ഇത്തരത്തിലുള്ള പ്രയോഗത്തിലൂടെ നമുക്ക് കാണുന്നത്. കർണനെ അനുനയിപ്പിച്ച് കർണന്റെ ജന്മരഹസ്യം അംഗീകരിപ്പിക്കാനാണ് കൃഷ്ണന്റെ ശ്രമം. ആ രഹസ്യത്തെ സംബന്ധിച്ച സൂചനകൾ കൃഷ്ണൻ കർണന് നൽകുന്നുമുണ്ട്. കൃഷ്ണൻ ഭയപ്പെടുന്ന കാര്യം എന്തായിരുന്നു? കുരുവംശത്തിൽ ജനിച്ചവർ പരസ്പരം കൊന്നൊടുക്കി നശിക്കുമോ എന്ന് കൃഷ്ണൻ ഭയപ്പെട്ടിരുന്നു. അതായത് മഹാഭാരത യുദ്ധം തീരുന്നതോടുകൂടി ഇരുവംശമോ അതായത് കുരുവംശം നശിക്കുമോ, ഇല്ലാതായി തീരുമോ എന്നൊരു ഭയം ആർക്കുണ്ടായിരുന്നു? കൃഷ്ണനുണ്ടായിരുന്നു. എന്നാൽ നിരർത്ഥകമായിട്ടുള്ള കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് ഇനിയും കഴിയും. കൊടും വിനാശം നിരർത്ഥകമാണ് എന്ന് നമ്മുടെ കൃഷ്ണൻ പറയാനുള്ള കാരണം എന്താണ്? അതായത് യുദ്ധം കുരുവംശത്തിൽ ജനിച്ചവരുടെ സർവനാശത്തിന് ഇടയാക്കും എന്ന് കൃഷ്ണൻ അറിയാം. എല്ലാവരും മരിച്ചിട്ട് നേടുന്ന വിജയത്തിന് യാതൊരു അർത്ഥവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കൊടും വിനാശത്തിന് കാരണമാകുമെന്ന് ആര് പറയാൻ കാരണം? കൃഷ്ണൻ പറയാൻ കാരണം. അതായത് മഹാഭാരത യുദ്ധം കൊടും വിനാശത്തിന് കാരണമാകും എന്ന് പറയാൻ കാരണം എന്താണ്? ഇരുവരും മരിച്ചതിന് ശേഷം പിന്നെ രാജ്യം ആർക്ക് കിട്ടിയാലും അതിൽ കാര്യമില്ല. ഒരാളും ഭരിക്കാനില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്താണ് കൊടും നാശത്തിനാണ് കാരണമാകുക എന്ന് കൃഷ്ണൻ പറയാൻ കാരണം. നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജ്യസഭകളും ഇടിമുഴക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ്. ഇടിമുഴക്കം പോലെ എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഇടിമുഴക്കം പോലെ ആഘാതം സൃഷ്ടിക്കുന്നതാണ്, പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് നമ്മുടെ കർണൻ എന്താണ് കുന്തിയുടെ പുത്രനാണ് എന്ന് പറയുന്ന ജന്മരഹസ്യം. അതായത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ആഘാതത്തെയാണ് ഇവിടെ എന്താണ് ഇടിമുഴക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർണന്റെ ജന്മരഹസ്യം അറിയുമ്പോഴുള്ള മറ്റുള്ളവരുടെ ആ ഒരു ആഘാതം, ഞെട്ടലിനെയാണ് ഇവിടെ ഇടിമുഴക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വംശവിനാശകരമായിട്ടുള്ള ഭീകര പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കർണന് കഴിയും എന്ന് കൃഷ്ണൻ പറയാനുള്ള കാരണം എന്താണ്? കാരണം ദുര്യോധനൻ കർണനെ കണ്ടുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ കർണൻ ഈ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി നമ്മുടെ പാണ്ഡവരുടെ പക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ദുര്യോധനൻ ജയിക്കില്ല എന്ന് ദുര്യോധനൻ തീർച്ചയാകും. അപ്പൊ ദുര്യോധനൻ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചോളും എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് എന്താണ്? നീ ഇതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം നമുക്ക് ഇല്ലാതാക്കാം എന്ന് പറയുന്നത്. അതായത് കൗരവ പാണ്ഡവ യുദ്ധം ആസന്നമായിരിക്കുന്നു. യുദ്ധത്താലുള്ള നാശം ഭീകരമായിരിക്കും. കർണന്റെ വീര്യം കഴിവിലുമുള്ള വിശ്വാസം കൊണ്ടാണ് ദുര്യോധനൻ എന്താണ് ഈ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അതിബലവാനായിട്ടുള്ള കർണൻ യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ യുദ്ധം തന്നെ ഒഴിവാക്കപ്പെടുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നീ ഇതിൽ നിന്നും പിന്മാറണമെന്ന് കർണനോട് പറയുന്നത്. പിന്നെ അതുപോലെ കൃഷ്ണ നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി ആർക്കാണ് തടുക്കാനാവുക എന്ന് കർണൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നിനക്ക് പോലും എന്നാ പറയുന്നത്? അതായത് നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാന് പോലും ഒരു യുദ്ധം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പിന്നെ ആർക്കാണ് തടയാൻ പറ്റുക എന്നതാണ് കർണൻ തിരിച്ചു ചോദിക്കുന്നതിന്റെ അർത്ഥം. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, കൃഷ്ണന്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്ന ശബ്ദം
ആയാസഗോളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരുമ്പ് ഗോളം എന്നാണ്. ആയാസഗോളം പോലെ തന്റെ മുഖത്ത് തട്ടിയതായി കർണന് തോന്നി. ആയാസഗോളം എന്ന പ്രയോഗം നൽകുന്ന സവിശേഷ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആയാസഗോളം എന്നാൽ ഇരുമ്പുഗോളം എന്നാണ് അർത്ഥം. കൃഷ്ണന്റെ വാക്കുകൾ ഇരുമ്പുഗോളം മുഖത്ത് പതിച്ചതുപോലെ കർണന് അനുഭവപ്പെട്ടു. അപ്പൊ അതാണ് ആയാസഗോളം എന്ന് വെച്ചാൽ ഇരുമ്പുഗോളമാണ്. ഒരു ഇരുമ്പുഗോളം വന്നിട്ട് തന്റെ മുഖത്ത് അടിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ പറഞ്ഞ ആ ഒരു ജന്മരഹസ്യം കർണൻ ഏറ്റത്. ഓക്കെ. കൗന്ദേയൻ എന്ന വാക്ക് കൃഷ്ണൻ ഉച്ചരിച്ചത് കേട്ട കർണൻ ഞെട്ടി. അവൻ വിറയ്ക്കുന്നതായി തോന്നി. കർണന് ഞെട്ടൽ ഉളവാക്കിയത് എന്തുകൊണ്ടാകാം? കാരണം രാധേയൻ എന്നാണ് നമ്മുടെ കർണൻ അറിയപ്പെടുന്നത്, രാധയുടെ പുത്രനായിട്ടാണ്. അപ്പോ കൃഷ്ണൻ പറയാണ് നീ കൗന്ദേയനാണ്, നീ കുന്തിയുടെ പുത്രനാണ് എന്ന് പറയുന്ന സമയത്തുള്ള ഞെട്ടലാണ് അല്ലെ. കുന്തിയുടെ പുത്രനാണ് കൗന്ദേയൻ. അപ്പോ യുധിഷ്ഠിരനും ഭീമനും അതുപോലെ തന്നെ അർജുനനുമാണ് ആര്? കൗന്ദേയൻ, കുന്തിയുടെ പുത്രന്മാർ. അപ്പൊ തന്നെയും എന്താണ് കൃഷ്ണൻ വിളിക്കുന്നത്? കൗന്ദേയൻ എന്നാണ്. അപ്പോ രാധയുടെ പുത്രനായ രാധേയൻ എന്നറിയപ്പെട്ട കർണൻ കുന്തിയുടെ പുത്രനാണ് എന്ന കൃഷ്ണന്റെ വാക്കുകൾ കേട്ട കർണനിൽ ഉണ്ടായിട്ടുള്ള ആഘാതമാണ് ഈ ഒരു ഞെട്ടലിനും വിറയ്ക്കലിനും കാരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. വേദനയുടെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണന്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, കർണന്റെ വേദന എന്തായിരുന്നു കർണന്റെ വേദന? വേദനയുടെ കറുത്ത പ്രകാശത്തിലെ തിളക്കം, മാസ്മരിക ശക്തി എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇങ്ങനെയായിരിക്കും നമുക്ക് 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദ്യം ചോദിക്കാം. ഇത്തരം പ്രയോഗങ്ങളുടെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ എന്ത് പറയണം? തന്റെ ജന്മരഹസ്യം അറിയാത്തതും പലയിടത്ത് നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുള്ള അവഗണന കാരണം നമ്മുടെ ദ്രോണരുടെ ഇവരുടെ 2 പേരുടെയും അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് ആര്? ദ്രോണർ. ദ്രോണരുടെ ഭാര്യയാണ് കൃപി. കൃപിയുടെ സഹോദരനാണ് കൃപർ. ആ കൃപർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കർണനെ അല്ലെ പണ്ട് എന്താണ് ഈ അസ്ത്രവിദ്യാ സമയത്ത് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ ആരാണ്, നിന്റെ അമ്മയാരാണ്, നിന്റെ കുലമേതാണ് എന്നൊക്കെ ചോദിച്ച് അപമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ദുര്യോധനനാണ് രാജ്യം കൊടുക്കുകയും അല്ലെ നമ്മുടെ രാജാവാക്കിയിട്ട് കർണനെ അവരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപമാനിക്കപ്പെട്ട സമയത്ത് പോലും അല്ലെ എന്താ പറയുന്നത് കർണന് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആലോചിച്ചപ്പോഴാണ് കർണൻ എന്താണ് സങ്കടം വന്നത്. ഞാൻ കുന്തിയുടെ പുത്രനായിട്ടും അത്രയും എന്താണ് താൻ അവഗണന അനുഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറുപ്പത്തിൽ എന്ന് ആലോചിച്ചുകൊണ്ടാണ് കർണന് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നത്. കൃഷ്ണന്റെ വാക്കുകളിലൂടെ ആ വേദനയ്ക്കെല്ലാം ഉത്തരം ലഭിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴാണ് ആ വാക്കിനൊക്കെ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. താൻ അന്ന് അപമാനിക്കപ്പെട്ട അതിന്റെയൊക്കെ അർത്ഥം ഇപ്പോഴാണ് നമ്മുടെ കർണന് മനസ്സിലാകുന്നത്. ആ തിളക്കമാണ് മാസ്മരിക ശക്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. കർണൻ പാണ്ഡവരുടെ സ്വജനമാണ് എന്ന് സ്ഥാപിക്കാൻ കൃഷ്ണൻ നിരത്തുന്ന യുക്തികൾ എന്തൊക്കെ യുക്തികളാണ് നിരത്തുന്നത്? എന്തൊക്കെയാണ്? ഒരു കന്യകയിൽ കാനീനനോ അതായത് കന്യകയായിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്താണ് പ്രസവിച്ചു കഴിഞ്ഞാൽ സഹോദരനോ ജനിക്കുന്ന ശിശുവിന് ആ കന്യക വിവാഹം കഴിക്കുന്ന ആൾ പിതാവായിരിക്കും. ആ കന്യകയായിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് അവൾക്ക് ജനിക്കുകയാണെങ്കിൽ അവൾ പിന്നീട് ആരെയാണോ വിവാഹം കഴിക്കുന്നത് ആ ഭർത്താവ് എന്താണ് ഈ കുഞ്ഞിന് പിതാവായിരിക്കും. ഇത് വേദശാസ്ത്രങ്ങൾ പ്രകാരം എന്താണ് എല്ലാവരും അനുവർത്തിച്ചു വരുന്നതാണ്. അപ്പോൾ അത് കൃഷ്ണൻ എന്താണ് കർണനോട് പറയാണ്. അതുകൊണ്ട് എന്താണ് പാണ്ഡു നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും എന്ന് കൃഷ്ണൻ എന്താണ് ഈ വേദശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കർണനെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ അതിനാൽ ധർമ്മശാസ്ത്ര വിധി പ്രകാരം കുന്തിയെ വിവാഹം കഴിച്ച പാണ്ഡു കർണന്റെ പിതാവാണ്. മാതൃവശാൽ മാത്രമല്ല പിതൃവശാലും കർണൻ പാണ്ഡവനാണ് എന്ന് കൃഷ്ണൻ സ്ഥാപിക്കുന്നു. ഈ രീതിക്കായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പൊ ധർമ്മിഷ്ഠനായ രാധേയൻ നമ്മുടെ കർണനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളണം. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.